നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണലി സബ് വാട്ടർ ഷെഡ് പ്രവർത്തനവും ഫലവൃക്ഷത്തൈകളുടെ വിതരണവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മാടക്കത്തറ പഞ്ചായത്തിന്റെ 2025-26 ബജറ്റ് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അവതരിപ്പിച്ചു. പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷം വഹിച്ചു. നടത്തറ പഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ വനിതകൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മണലി സബ് വാട്ടർ ഷെഡ് പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ഫലവൃക്ഷത്തൈകളുടെ വിതരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കാലടിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൾ നിലങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ വൃഷ്ടി പ്രദേശങ്ങളുടെ പുനർജീവനവും പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമിട്ട് സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയും മണ്ണ് പരിവേഷണ സംരക്ഷണ വകുപ്പും സംയുക്തമായാണ് ജില്ലയിലെ നടത്തറ, പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിലെ മണലിപ്പുഴ നീർത്തടങ്ങൾ ഉൾക്കൊള്ളുന്ന 6154.58 ഹെക്ടർ സ്ഥലത്ത് 6.63 കോടി രൂപ ചെലവഴിച്ച് ഫലവൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിക്കുന്നത്. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ പദ്ധതി വിശദീകരണം നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നളിനി വിശ്വംഭരൻ, PS സജിത്, പഞ്ചായത്ത് അംഗങ്ങളായ PB സുരേന്ദ്രൻ, സുജിത അർജുനൻ, കൃഷി ഓഫീസർ ദിവ്യ CR, മണ്ണ് സംരക്ഷണ ഓഫീസർ ജയകുമാർ V, ഓവർസിയർ ജോസഫ് ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ പദ്ധതികളാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ കേരളത്തിൽ നടത്തുന്നുണ്ട്. എന്നാൽ ആ പദ്ധതികളെ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ സാധാരണക്കാരായ കർഷകരുടെയും മണ്ണിന്റെയും മാറ്റത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം നിരവധി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിക്കുകയും അതിന്റെ പണം മുടക്കുകയും ചെയ്തു. അതിലിപ്പോഴും ബാക്കിയുള്ള ഒരു പദ്ധതിയുടെ പേരാണ് പ്രിയപ്പെട്ട ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പറഞ്ഞത്. കൽപ്പടത്തോടുമായി സാധാരണ നിലയിൽ നമ്മുടെ വകുപ്പുകളുടെയും നടത്തിപ്പിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംയോജിതമായി പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിച്ചേരുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് റെഡിയാകുമ്പോൾ മറ്റൊന്ന് കുഴക്കും, പിന്നെ ഒന്ന് റെഡിയാകുമ്പോൾ അടുത്തത് കുഴക്കും. പക്ഷേ പ്രയാസമെല്ലാം ഒരുമിച്ച് കർഷകർ അനുഭവിക്കേണ്ടതായി എനിക്ക് തോന്നുന്നു. ഞാനൊരു 5 കൊല്ലമായി തുടർച്ചയായി പറയുന്ന ഒരു പ്രശ്നമാണ് പീച്ചി ഡാമിൻ്റെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃഷിക്കും ഇറിഗേഷനും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും. വലതുകര കനാലിലാണ് അത് ഏറ്റവും കൂടുതൽ ദൃശ്യമാവുക. പീച്ചിക്കാർ ഞാറുനട്ട് തുടങ്ങുമ്പോഴാണ് മുളകുന്നത്തുകാർ കൊടുക്കുക. സാധാരണ അങ്ങനെ ഒരു ശീലം. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അവതരിപ്പിച്ചു. പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. 2025-26 വർഷത്തേക്കുള്ള ധനകാര്യ ബജറ്റ് 94,23,493 രൂപ ഉൾപ്പെടെ 25,11,23,417 രൂപ ചെലവും നീക്കി ബാക്കി 93,72,332 രൂപയും പ്രതീക്ഷിച്ച് വിഭാവനം ചെയ്ത മിച്ച ബജറ്റാണിത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടിയ മുഴുവൻ റോഡുകളിലും സ്ട്രീറ്റ് മെയിൻ വലിച്ച് ബൾബുകൾക്ക് സ്ഥാപിക്കുന്ന പ്രവൃത്തി 100% പൂർത്തീകരിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില വിപണിയിൽ ലഭിക്കുന്നതിനായി മാറ്റാമ്പുറത്ത് കണ്ടെത്തിയ സ്ഥലത്ത് പ്രാദേശിക കാർഷിക ഉൽപ്പന്ന സംഭരണ വിപണന കേന്ദ്രം ഈ വർഷം ആരംഭിക്കും. ഇതിലൂടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പുവരുത്തും. ലൈഫ് ഭവന പദ്ധതിയിൽ ഈ വർഷം 100 പേർക്ക് വീട് നിർമ്മിച്ചു നൽകും. പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ഭാഗമായ പൊങ്ങണങ്കാട് കരുമത്ര റോഡിനെ മാറ്റാമ്പുറം ഭാഗത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കും.
ലഹരിക്കെതിരെ യുവജനങ്ങളെ സംഘടിപ്പിച്ച് മാടക്കത്തറയെ സമ്പൂർണ്ണ ലഹരി വിമുക്ത പഞ്ചായത്താക്കുവാൻ ശ്രമിക്കും. പൊതുസ്ഥലങ്ങളുടെ ശുചീകരണം സീറോ വേസ്റ്റ് ക്യാമ്പയിൻ ബഹുജന സഹകരണത്തോടെ നടപ്പിലാക്കും. ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്നതിനും തരം തിരിക്കുന്നതിനുമായി പുല്ലങ്കണ്ടത്ത് ഈ വർഷം MCF നിർമ്മിക്കും. മാടക്കത്തറയിലുള്ള ആയുർവേദ ആശുപത്രിയിൽ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് മലയോര ഗ്രാമമായ കട്ടിളപ്പൂവത്ത് ആഴ്ചയിലൊരിക്കൽ OP സൗകര്യം ഏർപ്പെടുത്തും. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുമായി വർഷം തോറും നടത്താറുള്ള വയോജന സംഗമം നടത്തുന്നതിനുള്ള ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾക്കായി മരുന്ന് വാങ്ങൽ, വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായം, സമഗ്ര ആരോഗ്യ പരിപാലനം, കമ്പ്യൂട്ടർ, ഫർണിച്ചർ, വാട്ടർ പ്യൂരിഫയർ വാങ്ങൽ എന്നിവയ്ക്കും തുക മാറ്റിവെക്കുന്നു. മാടക്കത്തറയിലുള്ള ആയുർവേദ ആശുപത്രിയിൽ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് മലയോര ഗ്രാമമായ കട്ടിളപ്പുറത്ത് ആഴ്ചയിലൊരിക്കൽ OP സൗകര്യം ഏർപ്പെടുത്തും. അംഗൻവാടികളുടെ നവീകരണത്തിനും വിപുലീകരണത്തിനുമായി തുക വകയിരുത്തിയിട്ടുണ്ട്. നിലവിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഏക അംഗൻവാടിയായ വാർഡ് 11-ലെ 25-ാം നമ്പർ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം എന്ന സ്വപ്നം ഈ വർഷം സാക്ഷാത്കരിക്കും. ഇതിനാവശ്യമായ തുക വകയിരുത്തുന്നു. വാർഡ് 12-ലെ 9-ാം നമ്പർ അംഗൻവാടിക്ക് MLADS പദ്ധതിയിൽപ്പെടുത്തി ഈ വർഷം പുതിയ കെട്ടിടം നിർമ്മിക്കും. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ 2025-26 ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. 26,04,95,749 രൂപ വരവും 25,11,23,417 രൂപ ചെലവും നീക്കി ബാക്കി 93,72,332 രൂപയും അങ്ങനെയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണം, മാലിന്യ നിർമ്മാർജ്ജനം, സ്ട്രീറ്റ് മെയിൻ വലിച്ച് തെരുവിളക്കുകൾ സ്ഥാപിക്കൽ, അതിദരിദ്ര ഇല്ലാത്ത പഞ്ചായത്ത്, ജലസുരക്ഷ, റോഡുകളുടെ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം, സൽഭരണം എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പ്രധാനമായിട്ടും ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തരിശ് കിടക്കുന്ന ഭൂമിയിൽ പൂർണ്ണമായും 100% കൃഷി ഇറക്കുക എന്നൊരു സമീപനം എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മാറ്റാമ്പുറത്ത് നമ്മൾ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ പ്രാദേശിക കാർഷിക ഉൽപ്പന്ന സംഭരണ വിപണന കേന്ദ്രം, അതായത് കാർഷിക മേഖലയിൽ നിന്ന് ന്യായമായ വില നൽകി കർഷകരിൽ നിന്ന് ശേഖരിച്ച് അവിടെ തന്നെ വിറ്റഴിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിപണന കേന്ദ്രം എന്ന നിലയ്ക്കാണ് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രി നമ്മൾ മാടക്കത്തറയിലാണ്. അപ്പോൾ ആയുർവേദ ആശുപത്രിയുടെ ഒരു OP സൗകര്യം കട്ടിളപ്പുറത്ത്, മലയോര ഗ്രാമമായ കട്ടിളപ്പുറത്ത് ഈ വർഷം ആരംഭിക്കുകയാണ്. അതുപോലെ അംഗൻവാടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു അംഗൻവാടിക്കാണ് സ്ഥലമില്ലാത്തത്. നമ്മുടെ 11-ാം വാർഡിലെ അംഗൻവാടിക്ക് അത് ഇപ്രാവശ്യം പൂർത്തീകരിക്കും. 2-3 മാസം കൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മാടക്കത്തറ പഞ്ചായത്തിന് വിട്ടു കിട്ടിയിട്ടുള്ള മുഴുവൻ റോഡുകളിലും സ്ട്രീറ്റ് മെയിൻ വലിച്ച് പോസ്റ്റിട്ട് നമ്മൾ സ്ട്രീറ്റ് ബൾബ് ഇടുന്ന പ്രക്രിയ ഈ വർഷം 100% പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടേക്ക് എ ബ്രേക്ക് പീച്ചി പാഴാണി ടൂറിസം കോറിഡോറിൻ്റെ ഭാഗമായിട്ട് മാറ്റാമ്പുറത്ത് നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. PWDയിൽ നിന്ന് നമുക്ക് സ്ഥലം അനുവദിക്കാനുള്ള പ്രക്രിയ നടന്നു വരികയാണ്. അവിടെ നമ്മൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കുകയാണ്. അവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം സൗകര്യം, ഒരു കോഫി ക്ലബ്ബ് അടക്കം, ചെറുതായിട്ട് കാപ്പി കുടിച്ച് അവിടെ വിശ്രമിച്ച് പോകാനുള്ള വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അടക്കം അവിടെ ഒരുക്കുകയാണ്. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ ഈ വർഷം 100 വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിൽ ബഡ്ജറ്റിൽ പറയുകയല്ല, അത് പ്രവൃത്തി പദ്ധതിയിലേക്ക് എത്തിക്കാൻ 100 വീട് പ്രാവശ്യം നിർമ്മിച്ചു നൽകും. ഭവന നിർമ്മാണ ബോർഡിൻ്റെ സഹായത്തോടുകൂടി 10 വീട് നിർമ്മിച്ചു നൽകും. അതോടൊപ്പം തന്നെ മുഖ്യമായി പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മാറ്റാമ്പുറത്ത് നമ്മുടെ ഭവന നിർമ്മാണ ബോർഡ് നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നമുക്ക് 30 വീടുകളാണ് നമുക്ക് ലഭിച്ചത്. 15 ഇരട്ട വീടുകൾ 30 ഒറ്റ വീടുകളാക്കി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കുകയാണ്. തൃശൂർ ജവഹർ ബാലഭവൻ അവധിക്കാല ക്യാമ്പിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏപ്രിൽ 2 മുതൽ മെയ് 30 വരെയാണ് ക്ലാസുകൾ. വ്യത്യസ്തങ്ങളായ 17 കലാകായിക കരകൗശല ഇനങ്ങളിൽ ഇവിടെ പരിശീലനം നൽകുന്നു. കുട്ടികളുടെ സർഗപരമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന മധ്യവേനലവധി ക്യാമ്പിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുന്നു. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ. വിഷയങ്ങൾ: ചിത്രകല, സംഗീതം, ജൂഡോ, വയലിൻ, മൃദംഗം, തയ്യൽ, കുംഫു, മാജിക്, ശില്പകല, നൃത്തം, നാടകം, നാടൻപാട്ട്, ഗിറ്റാർ, തബല, ക്രാഫ്റ്റ്, കമ്പ്യൂട്ടർ, ചിത്രത്തുന്നൽ. വിവിധ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ചെമ്പുകാവിലുള്ള ബാലഭവൻ ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ 048723329009 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് വുമൺ കൗൺസിൽ ഡോളേഴ്സ് ഫൊറോന തൃശൂർ കോർപ്പറേഷന് മുൻപിൽ
സായാഹ്ന ധർണ നടത്തി. പുത്തൻപള്ളി ഫൊറോന വുമൺ കൌൺസിൽ കൺവീനറും തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറുമായ സിന്ധു ആൻഡോ ചാക്കോളയുടെ അധ്യക്ഷതയിൽ പുത്തൻപള്ളി ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറായ ലാലി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഷാനു ജോർജ്, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ഫ്രാൻസി ആന്റണി, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CR പോൾ, ജിജി ആന്റണി, സെലിൻ ഉർവത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. അവരത് ഇട്ടുകൊടുക്കും. അങ്ങനെ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാൻ അവർ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. നിങ്ങൾ അവരെ അറിയിച്ചാൽ മതി. നമുക്ക് വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം, വലിയ സഹായമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ അപകടത്തിൽപ്പെട്ടോ രോഗം മൂലമോ സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഠനം മുടങ്ങിയവർക്കും തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്കും സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാൻ അവസരമൊരുക്കുന്നു. സാക്ഷരത 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7ാം തരം വിജയിച്ചവർക്കും 17 വയസ്സ് പൂർത്തിയായവർക്കും 10ാം തരം തുല്യതയ്ക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് അപേക്ഷിക്കുന്നവർ 10ാം തരം വിജയിച്ചവരും 22 വയസ്സ് പൂർത്തിയായവരും ആയിരിക്കണം. 10ാം തരത്തിന് 1950 രൂപയും ഹയർ സെക്കൻഡറിക്ക് 2600 രൂപയുമാണ് ഫീസ്. 4, 7 കോഴ്സുകൾക്ക് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. SC, ST, ഭിന്നശേഷി, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സാക്ഷരത 4, 7 കോഴ്സുകൾക്കും കോഴ്സ് ഫീസ് ഇല്ല. ഏപ്രിൽ 30 വരെ എല്ലാ കോഴ്സുകളും ഓൺലൈനായോ പഞ്ചായത്തിലോ നഗരസഭ മുഖേനയോ അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ ഫീസ് അടച്ചതിന്റെ വിശദാംശങ്ങൾ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം തൃശൂർ അയ്യന്തോൾ ജില്ലാ പഞ്ചായത്തിലെ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ നൽകേണ്ടതാണ്. ഫോൺ 0487 23 65 024. ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ ആകാം, രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ നിയമന റിക്രൂട്ട്മെന്റ് 2025-26 റാലിക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള അവിവാഹിതരായ പുരുഷോദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാഘട്ടത്തിൽ മുൻഗണന രേഖപ്പെടുത്തണം. അപേക്ഷകർക്ക് വെബ്സൈറ്റ് മുഖേന ഏപ്രിൽ 10 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 2 തസ്തികകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാനാകും. അപൂർണമായ അപേക്ഷകൾ നിരസിക്കപ്പെടും. 2ാം ഘട്ട റിക്രൂട്ട്മെന്റ് റാലി സമയത്ത് ഉയരവും ഭാരവും തെറ്റായി പൂരിപ്പിക്കുകയോ ശാരീരിക അളവെടുപ്പ് മാനദണ്ഡങ്ങളിൽ ഇളവ് തേടുന്നതിനായി വ്യാജ അനധികൃത സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ റദ്ദാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0495 23 83 95 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374, മൊബൈൽ 790 227 2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു.
ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. നടത്തറ പഞ്ചായത്ത് 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മൂർക്കനിക്കര പകൽ വീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചവർക്കാണ് വീൽ ചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, ഹിയറിംഗ് എയ്ഡ്, കൃത്രിമ കാൽ തുടങ്ങിയവ വിതരണം ചെയ്തത്. PSC ഡ്രൈവിംഗ് പ്രായോഗിക പരീക്ഷ. തൃശൂർ ജില്ലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രൈവർ കം മെക്കാനിക് തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കായുള്ള ഡ്രൈവിംഗ് പ്രായോഗിക പരീക്ഷ മാർച്ച് 21-ന് രാമവർമ്മപുരം DHQ പോലീസ് ക്യാമ്പ് പരേഡ് ഗ്രൗണ്ടിൽ നടത്തും. അർഹരായ ഉദ്യോഗാർത്ഥികൾ PSC വെബ്സൈറ്റിലെ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റ്, സാധുവായ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അസൽ, വിജ്ഞാനപ്രകാരമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം പരീക്ഷാ ദിവസം രാവിലെ 5:30-ന് ഗ്രൗണ്ടിൽ ഹാജരാകണമെന്ന് PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. പുത്തൂർ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലെ വനിതകൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലിബി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി പഞ്ചായത്ത് പരിധിയിലെ വനിതകൾക്ക് മാനസികമായും കായികമായും സ്വയം പ്രതിരോധം തീർക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും നൽകാനാണ് കരാട്ടെ പരിശീലനം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം ഷാജി വാരപ്പെട്ടി, കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാങ്കരൻ, ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, ദീപ, പരിശീലകർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. സാമ്പത്തിക വർഷത്തിൽ വനിതാ ഘടകം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് സ്ത്രീകൾക്ക് കരാട്ടെ പരിശീലനം നടത്തുന്ന ഒരു പദ്ധതി ആലോചിച്ചത്. നമ്മുടെ ICDS മുഖേനയാണത് നടപ്പിലാക്കുന്നത്. കുടുംബശ്രീയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അതേപോലെ തന്നെ CDS അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നടപ്പിലാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് സുരക്ഷിതരാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒറ്റയ്ക്ക് പുറത്തു പോകാനായാൽ ഭയങ്കര പേടിയുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വിട്ടൊന്ന് പുറത്തു പോകാൻ പേടിയുള്ള ആളാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ മാറ്റി നല്ലൊരു എന്താ പറയുക, നല്ല ധൈര്യശാലിയായിട്ടുള്ള സ്ത്രീകളെ എല്ലാത്തിനും സമൂഹത്തിൻ്റെ മുന്നിൽ ഉള്ള ഒന്നുകൂടി കാലടിപ്പിച്ച് വെച്ച് then up, cross your hands like this way. That means right hand inside. ഇടത്തെ കാലകത്തി വെച്ചു. ഇത് നോർമൽ സ്റ്റാൻഡ്. സാധാരണ നമ്മൾ ഇടത്തെ കാല് ക്ലോസ് ചെയ്തു, ബോ ചെയ്തു,
Then cross your hands like this way. That means right hand inside. എന്നിട്ട് കയ്യകത്തനോടൊപ്പം തന്നെ കാലുകത്തണം. നമ്മുടെ സ്റ്റാൻഡ് ടീച്ചർ സ്കൂളിൽ പറയില്ലേ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. കേട്ടോ, കയ്യകത്ത് വെച്ചു. ഇത്രയാണ് നമ്മൾ പോയി. തലപ്പിള്ളി മോഡൽ കരിയർ സെന്റർ ആൻഡ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാർച്ച് 22 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഓഫീസ് ബിൽഡിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിലുള്ള തലപ്പിള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഹാളിലാണ് ജോബ് ഫെയർ. അസിസ്റ്റന്റ് മാനേജർ, HR അസിസ്റ്റന്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, യൂണിറ്റ് മാനേജർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, എഞ്ചിനീയർ, സൂപ്പർവൈസർ, കെമിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കായി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 400ഓളം ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച നടത്തും. 10ാം ക്ലാസ്, +2, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം. എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും മറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തവർക്കും ജോബ് ഫെയറിൽ പങ്കെടുക്കാം. ഫോൺ 0488 42 35 66. ഓൺലൈൻ തട്ടിപ്പിലൂടെ 3,16,759 രൂപ തട്ടിയെടുത്ത 3-അംഗ സംഘം റിമാൻഡിൽ. വനന്തരപ്പിള്ളി മണ്ണപ്പേട്ട സ്വദേശിയായ ചിറ്റിലപ്പള്ളി വീട്ടിൽ ഷിൻഡോ എന്നയാളിൽ നിന്ന് 3,16,759 രൂപ തട്ടിയെടുത്ത കേസിൽ സുൽത്താൻ ബത്തേരി മാടക്കര സ്വദേശിയായ നല്ലമ്മൂച്ചിക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി, സുൽത്താൻ ബത്തേരി കൈപ്പാഞ്ചേരി സ്വദേശിയായ പുത്തൻപുരിക്കൽ വീട്ടിൽ മുഹമ്മദ് റാഫി, സുൽത്താൻ ബത്തേരി കുട്ടാപ്പി സ്വദേശിയായ കൈപ്പഞ്ചേരി പുൽപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൾ ഗഫൂർ എന്നിവരെയാണ് വനന്തരപ്പിള്ളി പോലീസ് വയനാട്ടിൽ നിന്നും പിടികൂടിയത്. ഷിൻഡോ സുഹൃത്ത് വഴി ASO എന്ന കമ്പനിയിൽ ഓൺലൈൻ മൊബൈൽ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യുന്ന ജോലിക്ക് കയറുകയും തുടർന്ന് സുഹൃത്ത് അയച്ചു കൊടുത്ത ലിങ്ക് വഴി ASO മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ഈ കമ്പനിയുടെ റിക്രൂട്ട് മാനേജർ എന്ന അവകാശപ്പെട്ട ഒലിവിയ വിൽസൺ എന്ന സ്ത്രീ ഓൺലൈനായി ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർക്കുകയും ഈ ഗ്രൂപ്പിലൂടെ ASO കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ 4 ഇരട്ടിയായി ലാഭം കൊടുക്കാമെന്ന് പ്രതികൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പലർക്കും പണം തിരികെ ലഭിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തത് പ്രകാരം ഷിൻഡോ ഇത് വിശ്വസിച്ച് ഒക്ടോബർ 14 മുതൽ ഒക്ടോബർ 26 വരെയുള്ള കാലയളവിൽ ഷിൻഡോയുടെ അക്കൗണ്ടിൽ നിന്നും 3,16,759 രൂപ പ്രതികൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വാങ്ങി പണം കൈപ്പറ്റുകയായിരുന്നു. കമ്പനിയുടെ പോളിസി അനുസരിച്ച് എല്ലാ വെള്ളിയാഴ്ചയും പണം പിൻവലിക്കാമെന്നും ഞായറാഴ്ച പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുമെന്നുമാണ് പ്രതികൾ ഷിൻഡോയെ അറിയിച്ചിരുന്നത്. എന്നാൽ പണം ക്രെഡിറ്റ് ആകാതിരുന്നതുകൊണ്ട് ഷിൻഡോ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാര്യം ചോദിച്ചപ്പോൾ മറുപടി ലഭിച്ചില്ല. അപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പരാതി നൽകിയത്. ഈ കാര്യത്തിന് 2024 ഡിസംബർ 1-ാം തീയതി വനന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതറിഞ്ഞ് പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. അന്വേഷണത്തിൽ തട്ടിപ്പിലൂടെ നേടിയ പണം അബ്ദുൾ ഗഫൂർ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് വരികയും ഇയാൾ ചെക്ക് മുഖേന പണം പിൻവലിച്ചതായി കണ്ടെത്തി. അബ്ദുൾ ഗഫൂറിനെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ തട്ടിപ്പ് തുകയിൽ നിന്ന് 2,000 രൂപ കമ്മീഷൻ എടുത്ത ശേഷം ബാക്കി തുക മുഹമ്മദ് റാഫിക്ക് കൈമാറുകയും ഇയാൾ കമ്മീഷൻ എടുത്തതിനു ശേഷം മുഹമ്മദ് റാഫിക്കാണ് പണം കൈമാറുന്നതെന്നും കണ്ടെത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ മാർഗനിർദ്ദേശാനുസരണം വനന്തരപ്പിള്ളി പോലീസ് ഈ കേസിലെ അന്വേഷണം നടത്തിവരികെ പ്രതികൾ വയനാട്ടിലുണ്ടെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതനുസരിച്ച് വനന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് KN, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, മുരുകദാസ്, ജിനു, പ്രസീത എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കെൽട്രോൺ നോളജ് സെന്ററിൽ 3 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫൈബർ ഒപ്റ്റിക് ടെക്നോളജിയിലേക്ക് പ്രവേശനം ആരംഭിച്ചു. SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ 0495230177. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി,
പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മാർച്ച് 30 ഞായർ മറ്റം കരിസ്മ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദരം മാതൃഭാഷയ്ക്കും ഏൻഡോമാഷിനും എന്ന പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, മുൻ കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ പ്രവർത്തകനുമായ ജെയിംസ് കാട്ടുകാരൻ ബ്രോഷർ കൈമാറി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗമായ ജോയ് ടിയോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ, മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയുമായ എം പത്മിനി ടീച്ചർ, അഡ്വക്കേറ്റ് PV നിവാസ്, ജെയ്സൺ ചാക്കോ, ബഷീർ PA, അമൽ ജോസ്, ദിലീപ് പൈനിത്തടം, MR വർഗീസ്, സേവി PT, ഷീന CM, സുധീർ സാരഥി, ഗ്ലാഡ്രെ C ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ മേജർ PG സ്റ്റൈജു ആദര പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മുടെ ദേശം മാതൃഭാഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതാണ് ഇത്തരം പരിപാടികളെന്ന് മറുപടി പ്രസംഗത്തിൽ AD ആൻഡ്രു മാസ്റ്റർ പറഞ്ഞു. ആദരം പരിപാടിയിൽ ദയാബായ്, ഡോക്ടർ KM അനിൽ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, കവി P രാമൻ, ഡോക്ടർ R സുരേഷ്, മുരളി പെരുന്നെല്ലി MLA തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. തൃശൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി മലയാള വിഷയത്തിൽ 100-ൽ 100 മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ AM റീന അറിയിച്ചു. അനീഷ് ആളൂർ, ജിനു മറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ സമ്മേളന നഗരിയിൽ മാതൃഭാഷാ ശില്പങ്ങളും ഒരുക്കുന്നുണ്ട്. പരിപാടികൾക്ക് സിമി സാജു, രാധാകൃഷ്ണൻ ചൂണ്ടൽ, അലൻ അക്കര, ഷിജോ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടികജാതിക്കാർക്ക് ന്യായവില കട ലൈസൻസി അപേക്ഷ ക്ഷണിച്ചു. ചാവക്കാട് നഗരസഭയിലെ 5-6 വാർഡുകളിലായുള്ള പുന്നം പ്രദേശത്ത് പുതിയ ന്യായവില കടയ്ക്ക് ലൈസൻസിയെ സ്ഥിരമായി നിയമിക്കുന്നതിന് പട്ടികജാതി വിഭാഗക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 21-നും 62-നും മധ്യേ. SSLC തതുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ന്യായവില കട ലൈസൻസിയാക്കുന്നതിന് വേണ്ട ശാരീരികവും മാനസികവുമായ പ്രാപ്തിയുള്ളവരായിരിക്കണം. അപേക്ഷകൻ വിജ്ഞാപന തീയതിക്ക് മുൻപ് തുടർച്ചയായി 3 വർഷം ന്യായവില കട സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് നഗരസഭാ പ്രദേശത്തെ സ്ഥിര താമസക്കാരനായിരിക്കണം. ന്യായവില കട സ്ഥിതി ചെയ്യുന്ന അതേ വാർഡിലെ താമസക്കാരനായ അപേക്ഷകന് മുൻഗണന. കെട്ടിടം സ്വന്തമല്ലെങ്കിൽ കെട്ടിട ഉടമയുടെ സമ്മതപത്രവും സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസിലും തൃശൂർ ജില്ലയിലെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും ബന്ധപ്പെടുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഫോറം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഏപ്രിൽ 20-ന് രാവിലെ 11 വരെ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷകൾ സ്വീകരിക്കും. പ്രൊജക്ട് അസിസ്റ്റന്റ് ഒഴിവ്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവുകളുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് ബാംബു പ്ലാന്റേഷൻ ഇൻ ഡിഫൻസ് അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഗ്രോത്ത് പെർഫോമൻസ് സെന്റർ പ്രൊജക്ടിലേക്കാണ് നിയമനം. 2026 മെയ് 20 വരെയാണ് കാലാവധി. BSc ബോട്ടണി പ്ലാന്റ് സയൻസിൽ 1ാം ക്ലാസ്സോടുകൂടിയ ബിരുദമുള്ളവർക്ക് മാർച്ച് 25-ന് രാവിലെ 10-ന് തൃശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. പ്രതിമാസം 18,000 രൂപ ഫെല്ലോഷിപ്പായി ലഭിക്കും. 36 വയസ്സാണ് പ്രായപരിധി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5-ഉം മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. താല്പര്യമുള്ളവർ രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലി സബ് വാട്ടർ ഷെഡ് പ്രവർത്തനവും ഫലവൃക്ഷത്തൈകളുടെ വിതരണവും റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു.
മാടക്കത്തറ പഞ്ചായത്തിന്റെ 2025-26 ബജറ്റ് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അവതരിപ്പിച്ചു. പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷം വഹിച്ചു. നടത്തറ പഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ വനിതകൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.